ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ജേർണലിങ് ഐഡിയാസാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5 ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. സോ ആദ്യത്തെന്ന് പറയുന്നത് ഞാൻ പ്ലേലിസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. പ്ലേലിസ്റ്റ് അതിന് ഞാൻ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് എടുക്കുന്നുണ്ട്. അതിൽ എനിക്കൊരു എസ്തെറ്റിക് വൈബിൽ തോന്നിയത് ഒരു ഗ്രീൻ ഗ്രിഡ് ലൈൻസ് ഉള്ളതാണ് കേട്ടോ. അതാണ് അപ്പോൾ ഞാൻ എടുത്തു, സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. കോർണർ സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബ്ലാക്ക് പെൻ എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ പ്ലേലിസ്റ്റ് അത്യാവശ്യം കട്ടിയിൽ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പീസ് പേപ്പർ എടുക്കുക, എന്നിട്ട് ബുള്ളറ്റ് ഡോട്ട്സ് ഇല്ലേ അത് ഇട്ടെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഞാൻ പ്ലേലിസ്റ്റിൻ്റെ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്രീൻ യൂണിക്കോണിൻ്റെ സ്റ്റിക്കറും ഒട്ടിച്ചു. ഗ്രീൻ ഗ്രിഡ് ലൈൻസ് ആണല്ലോ, അപ്പോൾ ഒരു ഗ്രീൻ യൂണിക്കോണിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ സൈഡിൽ പ്ലേലിസ്റ്റിൻ്റെ സൈഡിൽ കുറച്ച് സ്റ്റിക്കർ ഒട്ടിച്ചു, താഴെയും കുറച്ച് സ്റ്റിക്കർ ഒട്ടിച്ചു. നമ്മൾ സെക്കൻഡ് ജേർണൽ വെറുതെ ഒരു കോട്ട് എഴുതിയിട്ടുള്ളൊരു ജേർണലാണ്. അതുകൊണ്ട് മുകളിൽ ഞാൻ വാഷി ടേപ്പ് ഒട്ടിച്ചു. എന്നിട്ട് താഴെ ഇഷ്ടമുള്ള കോട്ട് എഴുതി കൊടുക്കാം കേട്ടോ. ഒരു കോട്ട് എഴുതിയാണ്. പിന്നെ കുറച്ച് ഡെക്കറേഷന് ഹാർട്ട്സും സ്റ്റാർസും ഡോട്ട്സും സർക്കിൾസൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് താഴെ വീണ്ടും വാഷി ടേപ്പ് ഒട്ടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഒരു സെക്കൻഡ് ജേർണൽ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കേട്ടോ. പിന്നെ തേർഡ് ജേർണൽ ഞാനൊരു ഡെയിലി റൊട്ടീനായിട്ടാണ് ചെയ്തത്. ഞാൻ മോർണിംഗ് റൊട്ടീനും നൈറ്റ് റൊട്ടീനും ചെയ്യുന്നുണ്ട്. ഡെയിലി റൊട്ടീൻ ഞാൻ കുറച്ച് കട്ടിയിലൊന്ന് വലുതാക്കിയിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ കുത്തും സ്റ്റാറും ഡോട്ട്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വരച്ചു. എന്നിട്ട് താഴെ മോർണിംഗ് റൊട്ടീനിൽ നിന്ന് ചെറുതാക്കിയിട്ട് എഴുതി കൊടുത്തു. കട്ടിയുണ്ട് ഇത് എഴുതുമ്പോൾ, കട്ടിയിൽ എഴുതി കൊടുത്തു. താഴെ ഞാനൊരു പീസ് പേപ്പർ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തു. ബുള്ളറ്റ് ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് എഴുതിയിട്ട് പിന്നെ മുകളിൽ വാഷി ടേപ്പ് ഒട്ടിച്ചു. പിന്നെ ഇനി നൈറ്റ് റൊട്ടീനാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നൈറ്റ് റൊട്ടീനും ഇതേപോലെ തന്നെയാണ്.
പക്ഷെ ഞാൻ മോർണിംഗ് റൊട്ടീനും നൈറ്റ് റൊട്ടീനും ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ബ്രഷ് പെൻ എടുത്തിട്ട് ഒന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മോർണിംഗ് റൊട്ടീൻ പോലത്തെ ബുള്ളറ്റ് ഡോട്ട്സ് ഇട്ടിട്ട് മറ്റേത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കേട്ടോ. പിന്നെ നൈറ്റ് റൊട്ടീൻ്റെ സൈഡിലായിട്ടൊരു വാഷി ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ മുകളിലൊരു സ്റ്റിക്കർ, അപ്പോൾ താഴെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ തേർഡ് ജേണൽ. ഈ ഫോർത്ത് ജേണൽ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ മാസത്തിൽ ബുള്ളറ്റ് കവർ പേജ് ജേണലൊക്കെ ചെയ്യും. ബുള്ളറ്റ് ജേണലില്ലേ കവർ പേജ് ആയിട്ട്. അപ്പോൾ ഞാനത് മെയ് മന്തിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എം ഒക്കെ പകുതി, എ പകുതി, വൈ പകുതി എന്ന് എഴുതിയിട്ട് താഴെ എഴുതിയിട്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു മെയ് വരയ്ക്കുകയാണ് കേട്ടോ. പറഞ്ഞത് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം, കാണുമ്പോൾ മനസ്സിലായിക്കോളും. ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് ബ്ലൂ കളർ തന്നെ വെച്ചിട്ട്. അപ്പോൾ ടോട്ടൽ 6 ഫ്ലവേഴ്സാണ് വരച്ചത്. ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈഡിലൊന്ന് വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. എൻ്റെ കയ്യിലുള്ള എല്ലാ വാഷി ടേപ്പ് ഹാർട്ട്സ് ഉള്ളതാണ്, അതാണ് എല്ലാ വാഷി ടേപ്പ് ഹാർട്ട്സ് ആണ് കേട്ടോ. പിന്നെ ഒരു കോട്ടഡ് സെൻറ്റൻസ് സ്റ്റിക്കർ താഴെ ഒട്ടിച്ചു കൊടുത്തു, ബിലീവ് ഇൻ യുവർ സെൽഫ്. പിന്നെ ഒരു സ്മൈലി സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ വീണ്ടും എന്തോ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ വീണ്ടും ഒരു കോട്ടഡ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ, ചൂസ് ടു ഷൈൻ. സോ ഇത്രേ ഉള്ളൂ. സൈഡിലും കുറച്ച് സ്റ്റിക്കർ ഒട്ടിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇന്നത്തെ ചാനൽ ചെയ്തത് 5 എണ്ണമാണ് ചെയ്തത്. അപ്പോൾ ഒരു ഫ്ലിപ്പ് ത്രൂ കാണിച്ചത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ചാനൽ. ബൈ ഗൈസ്.